നാട്ടു വർത്തമാനത്തിലേക്ക് വിശദമായി. കോട്ടയം കോതനല്ലൂരിൽ ട്രെയിനിന് മുകളിൽ വൈദ്യുതി കമ്പി പൊട്ടിവീണു. തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസിന് മുകളിലാണ് വൈദ്യുത കമ്പി പൊട്ടിവീണത്. എഞ്ചിന്റെ ട്രക്ഷൻ ലൈനുമായി ബന്ധിപ്പിക്കുന്ന പാന്റോഗ്രാഫാണ് തകർന്നത്. വലിയ ശബ്ദത്തോടെയാണ് വൈദ്യുതി കമ്പി ട്രെയിനിന് മുകളിൽ പതിച്ചത്. കോട്ടയം കൊച്ചി ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപം ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റിയതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. പുതിയ പാളം സ്ഥാപിച്ചതിന് ശേഷമാണ് ഗതാഗതം വീണ്ടും ആരംഭിച്ചത്. 7 ട്രെയിനുകൾ പൂർണ്ണമായും 4 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കി. മിക്ക ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. 21 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തൃശൂർ എറണാകുളം പാതയിൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പുതുക്കാട് പാളം തെറ്റിയ ചരക്ക് തീവണ്ടിയുടെ എഞ്ചിനും 4 ബോഗികളും ക്രെയിൻ ഉപയോഗിച്ച് പൂർണ്ണമായും മാറ്റി. ആദ്യം ഹൈഡ്രോളിക് ജാക്കി ഉപയോഗിച്ച് ബോഗികൾ ഉയർത്തിമാറ്റാൻ ശ്രമിച്ചുവെങ്കിലും സാധിക്കാത്തതിനെ തുടർന്ന് എറണാകുളത്ത് നിന്നും ഷൊർണൂർ നിന്നും ക്രെയിനുകൾ എത്തിക്കുകയായിരുന്നു. ബോഗികൾ മാറ്റുന്ന ജോലികൾ രാവിലെയാണ് പൂർത്തിയായത്. തുടർന്ന് തകർന്നുപോയ പാളവും സ്ലീപ്പേഴ്സും എടുത്തുമാറ്റി. പുതിയ പാളം ഘടിപ്പിച്ചു. 11 മണിയോടെ മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള മലബാർ എക്സ്പ്രസ് ആദ്യം കടത്തിവിട്ടു. ഇന്ന് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന 7 തീവണ്ടികൾ പൂർണ്ണമായും 4 തീവണ്ടികൾ ഭാഗികമായും റദ്ദാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള വേണാട് എക്സ്പ്രസ്, എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി, പാലക്കാട് എറണാകുളം എക്സ്പ്രസ്, എറണാകുളം ആലപ്പുഴ മെമു, കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ഉൾപ്പെടെയാണ് റദ്ദാക്കിയത്. കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി, ഗുരുവായൂർ പുനലൂർ, ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് തുടങ്ങിയവ ഭാഗികമായും റദ്ദാക്കി. ഒട്ടുമിക്ക തീവണ്ടികളും വൈകിയാണ് ഓടുന്നത്. കൊച്ചി BPCLിലേക്ക് ഇന്ധനം നിറയ്ക്കാനായി കൊണ്ടുപോകുകയായിരുന്ന ചരക്കു തീവണ്ടി ഇന്നലെ ഉച്ചയ്ക്ക് 2:30യോടെയാണ് പാളം തെറ്റിയത്. സംഭവത്തെക്കുറിച്ച് റെയിൽവേ ആഭ്യന്തര അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 തൃശൂർ. 8 വയസ്സായിട്ടും ഇടുക്കി ഉടുമ്പൻചോല ചെല്ലക്കണ്ടംകുടി നിവാസിയായ ചിന്നു ഇതുവരെയും പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങിയിട്ടില്ല. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ ക്ഷേമവിവരം അന്വേഷിക്കേണ്ട ട്രൈബൽ ഡെവലപ്മെന്റ് ജീവനക്കാർ കുടികളിലെത്തുന്നില്ലെന്നാണ് പരാതി. തലമുറകളായി കഴിയുന്ന ഭൂമിക്ക് പട്ടയമോ സഞ്ചാരയോഗ്യമായ റോഡോ ഇല്ലാതെ ദുരിതം നിറഞ്ഞ സാഹചര്യത്തിലാണ് ചെല്ലക്കണ്ടം മന്നാക്കുടി നിവാസികൾ കഴിയുന്നത്. പ്രായമനുസരിച്ച് 3ാം ക്ലാസ്സിലാണ് ചെല്ലക്കണ്ടം മന്നാക്കുടി നിവാസിയായ ചിന്നു പഠിക്കേണ്ടത്. പക്ഷേ ഇതുവരെയും ഓൺലൈൻ ക്ലാസുകളിലൂടെ പോലും പഠനം ആരംഭിച്ചിട്ടില്ല. സ്കൂളിനെക്കുറിച്ച് കേട്ടറിവ് പോലുമില്ല ഈ കുരുന്നിന്. ഒരു മൂപ്പനായ ചെല്ലപ്പന്റെ മകളാണ് ചിന്നു. സഞ്ചാരയോഗ്യമായ റോഡില്ലാത്തതിനാൽ കുട്ടിയെ സ്കൂളിൽ വിടാൻ കഴിയില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഏലത്തോട്ടത്തിലെ ഒറ്റയടി പാതയിലൂടെ സഞ്ചരിച്ചു വേണം ഇവർക്ക് പുറം ലോകത്തെത്താൻ. പിള്ളേരുടെ വിദ്യാഭ്യാസം അവിടം വരെ പോകണം, നടന്നു പോകണം. നമുക്കൊരു 4 കിലോമീറ്റർ നടന്നു പോയി, മഴയാണെങ്കിൽ അതും പാടാണ്. ഇപ്പോൾ ഓൺലൈനിൽ പോകാന്ന് വെച്ചാൽ നമുക്കിവിടെ റേഞ്ചിന്റെ ഒരു പ്രശ്നമുണ്ട്. കോവിഡ് പ്രതിസന്ധി കാലഘട്ടത്തിൽ ട്രൈബൽ ഡെവലപ്മെന്റ് വകുപ്പ് ജീവനക്കാരോ മറ്റു സർക്കാർ ജീവനക്കാരോ തങ്ങളുടെ കുടിയിൽ എത്തിയിട്ടില്ലെന്നാണ് ഇവരുടെ പരാതി. കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് പൂർത്തീകരിച്ച കുടിനിവാസിയായ വിഷ്ണുവും പഠനം നിർത്തി. 5 കുടുംബങ്ങളിലായി 22 പേരാണ് ചെല്ലക്കണ്ടം കുടിയിൽ കഴിയുന്നത്. വഴിയും കുടിവെള്ളവും അടക്കമുള്ള യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെയില്ല. ആശുപത്രി ആവശ്യങ്ങൾക്കായി രോഗികളെ ചുമന്നുകൊണ്ടുപോകേണ്ട സാഹചര്യമാണ്. മഴക്കാലമായാൽ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ സമീപത്തെ എസ്റ്റേറ്റ് ലയത്തിലേക്ക് താമസം മാറും. സർക്കാർക്ക് എത്രയോ പരാതി എല്ലാം കൊടുത്തിട്ടും ഇതുവരെ റോഡിന് ഒരു തീരുമാനങ്ങളും ആയില്ല. അപ്പോൾ ഇത് പറഞ്ഞ പോലെ കുടിവെള്ളങ്ങളും ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ഗ്രാമസഭ ഇങ്ങനെയുള്ളതിലൊക്കെ അപേക്ഷ വെച്ച് ഇതുവരെ അതിനുള്ളതൊന്നും ആയില്ല. ആകെ 80 സെന്റ് ഭൂമിയാണ് കുടിനിവാസികൾക്കായി ഉള്ളത്. 4 തലമുറകളായി ഇവിടെ കഴിയുന്നവരാണെങ്കിലും ഭൂമിക്ക് ഇതുവരെയും പട്ടയം ലഭിച്ചിട്ടില്ല. കുത്തകപ്പാട്ട വ്യവസ്ഥയിൽ മുൻപ് 7.5 ഏക്കറോളം ഭൂമി ഉണ്ടായിരുന്നെങ്കിലും പാട്ടത്തിനടുത്ത് പലരും ഭൂമി തിരികെ നൽകാതെ അവരുടെ പേരിലേക്ക് കുത്തകപ്പാട്ടം മാറ്റിയതായും ഇവർ ആരോപിക്കുന്നു. കുത്തക കൊടുക്കുന്നവർ അവരവരുടെ പേർക്ക് നമ്മളെ പോലും അറിയിക്കാതെ ആ പേര് മാറുന്നതാണ്. സാധാരണ അങ്ങനെ ഇവിടെ കാണുന്നതല്ല. ഇത് ആദിവാസി ആയതുകൊണ്ട് ഇത് ചോദിച്ചൊന്നും പോകത്തില്ല. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് അവർ നേരിട്ട് വില്ലേജ് ഓഫീസറെ കണ്ട് അവരുടെ ഇഷ്ടത്തിന് പൈസ കൊടുത്ത് ഇങ്ങനെ അവർ പോയി പേര് മാറിക്കൊണ്ട് പോവുക. മുൻപ് 8 കുടുംബങ്ങളാണ് കുടിയിലുണ്ടായിരുന്നത്. വഴിയുടെയും വെള്ളത്തിന്റെയും അഭാവം മൂലം 3 കുടുംബങ്ങൾ ഇവിടെ നിന്നും മാറി.
കുലദൈവത്തിന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഊരുമൂപ്പനും മറ്റുള്ളവരും ഇവിടെ തന്നെ കഴിയുന്നത്. ന്യൂസ് 18 നെടുങ്കണ്ടം. ആദിവാസി ഊരുകളിലെ ജീവിത സാഹചര്യം വിലയിരുത്താൻ ശക്തമായ നിരീക്ഷണ സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. ഫണ്ടുകൾ അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ജനപ്രതിനിധികൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. വിതുര നാരകത്തിൻകാൽ ആദിവാസി കോളനിയിലെ സന്ദർശനത്തിന് ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. മന്ത്രിക്ക് മുന്നിൽ പരാതി കെട്ടഴിച്ച് നാരകത്തിൻകാൽ ആദിവാസികൾ. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വീട് സങ്കടം കൊണ്ട് പറയാം. ഞാൻ ഒരു വികലാംഗനും ഒരു ആസ്മരോഗി. ഊരിൽ നിന്ന് MBBS പ്രവേശനം കിട്ടിയ കുട്ടിക്ക് ലാപ്ടോപ്പില്ലാത്ത അവസ്ഥ പൊതുപ്രവർത്തകൻ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഫണ്ടുണ്ടായിട്ടും സഹായം കൊടുക്കാത്തത് എന്തെന്ന് മന്ത്രി. തട്ടിപ്പുകാർക്കെതിരെ ജാഗ്രത വേണമെന്നും കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി. തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ടാവും. അതവരുടെ ഇതാണ്. അപ്പോൾ അത് നമുക്ക് പരമാവധി പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, തട്ടിപ്പില്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കുറേ കേസുകൾ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കേസ് പ്രത്യേകമായിട്ട് പരിശോധിക്കേണ്ടതാണ്. ഊരുകളിൽ അടുത്തിടെ ഉണ്ടാകുന്ന ആത്മഹത്യകളിൽ അന്വേഷണം തുടരുന്നു. SP-യുടെ റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി. ന്യൂസ് 18 തിരുവനന്തപുരം. വർക്കലയിൽ പോലീസിന്റെയും ഡാൻസ് ഓഫ് ടീമിന്റെയും നാർക്കോട്ടിക് വിഭാഗത്തിന്റെയും മിന്നൽ പരിശോധനയിൽ കഞ്ചാവും MDMA-യും പിടിച്ചെടുത്തു. വർക്കല സൌത്ത് ക്ലിഫിൽ പെരുങ്കുളത്തിന് സമീപം പ്രവർത്തിക്കുന്ന ജംഗിൾ ക്ലിഫ് റിസോർട്ടിലെ കോട്ടേജിൽ നിന്നുമാണ് 7.5 കിലോ കഞ്ചാവും MDMA-യും പിടിച്ചെടുത്തത്. റിസോർട്ട് ഉടമയും ഒരു പെൺകുട്ടിയും അടക്കം 10 പേരാണ് പോലീസ് പിടിയിലായത്. കാപ്പിൽ, ഇടവ, പരവൂർ, വർക്കല എന്നീ സ്ഥലങ്ങളിൽ വ്യാപകമായി യുവാക്കളെ കേന്ദ്രീകരിച്ച് ഇവർ കച്ചവടം നടത്തിവരികയായിരുന്നു. കണ്ണൂർ പരിയാരത്ത് കന്നുകാലികളിൽ തൈലേറിയോസിസ് രോഗബാധ കണ്ടെത്തി. 3.5 വയസ്സ് പ്രായം വരുന്ന 3 പശുക്കളും 5 മാസം പ്രായമുള്ള 4 കിടാക്കളും രോഗബാധയെ തുടർന്ന് ചത്തു. പശുക്കൾ തീറ്റയും വെള്ളവും എടുക്കാതാവുകയും ക്ഷീണിച്ച അവസ്ഥയിലാവുകയും ചെയ്തതിനെ തുടർന്നാണ് മൃഗരോഗ വിദഗ്ധരുടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. പ്രദേശത്ത് മറ്റ് ചിലരുടെ കന്നുകാലികൾക്കും രോഗബാധ ഏറ്റതായി സംശയമുണ്ട്. രോഗബാധ തടയുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നാണ് പ്രദേശത്തെ കർഷകരുടെ ആവശ്യം. തിരുവനന്തപുരം അമ്പലമുക്ക് കൊലപാതകത്തിൽ പ്രതി രാജേന്ദ്രനുമായി തമിഴ്നാട്ടിൽ തെളിവെടുപ്പ് നടത്തിയ അന്വേഷണ സംഘം. കൊലപാതകത്തിന് ശേഷം പ്രതി താമസിച്ച ലോഡ്ജിൽ ഉൾപ്പെടെയായിരുന്നു തെളിവെടുപ്പ്. വിനീതയുടെ കൊലപാതകത്തിന് ശേഷം സഞ്ചരിച്ച ഓട്ടോറിക്ഷയുടെ ഡ്രൈവറും ഇരുചക്രവാഹനത്തിന്റെ ഉടമയും രാജേന്ദ്രനെ തിരിച്ചറിഞ്ഞു. കവർച്ച ചെയ്യുന്ന മുതലുകളിൽ വലിയൊരു ഭാഗവും ഓൺലൈൻ ട്രേഡിംഗിനായി കൊടും ക്രിമിനലായ രാജേന്ദ്രൻ ഉപയോഗിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. വിനീതയുടെ മാല 95,000 രൂപയ്ക്ക് പണയം വെച്ചതിൽ 32,000 രൂപ ഓൺലൈൻ ട്രേഡിംഗിന് ഉപയോഗിച്ചത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഉന്നത ബിരുദധാരിയായ പ്രതി പണത്തിനു വേണ്ടിയായിരുന്നു ജീവനുകൾ എടുത്തത്. ഞായറാഴ്ച കൊലപാതകത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്ന് രാജേന്ദ്രൻ തങ്ങിയത് കാവൽ കിണറിലെ ലോഡ്ജിലായിരുന്നു. ഇവിടെ എത്തി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. ലോഡ്ജിലെ രേഖകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു. സ്ഥാപന നടത്തിപ്പുകാരൻ പ്രതിയെ തിരിച്ചറിഞ്ഞു. തമിഴ്നാട്ടിൽ 4 കൊലപാതകങ്ങളിൽ രാജേന്ദ്രൻ പ്രതിയാണ്. വിരമിച്ച കസ്റ്റംസ് ഉദ്യോഗസ്ഥനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയതിനു പുറമെ മറ്റു 2 പേരെ കൂടി കൊലപ്പെടുത്തിയിട്ടുണ്ട്. വിനീതയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ അമ്പലമുക്ക് കുറവൻകോണം ഭാഗത്ത് സഞ്ചരിച്ച ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ, ഉള്ളൂർ വരെ ലിഫ്റ്റ് നൽകിയ സ്കൂട്ടർ യാത്രികൻ, പേരൂർക്കടയിലേക്ക് തിരികെ കൊണ്ടുവന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നിവർ പ്രതിയെ തിരിച്ചറിഞ്ഞു. കവർന്ന മാല തമിഴ്നാട് അതിർത്തി പ്രദേശമായ പഴയകടയിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് കണ്ടെത്തി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും കൊലപാതകം നടന്ന അമ്പലമുക്കിലും പ്രതി ജോലി ചെയ്തിരുന്ന ഹോട്ടലിലും തെളിവെടുപ്പ്. വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി ഹൈറേഞ്ചിൽ ഏലക്ക മോഷണം പതിവാകുന്നു. കാഞ്ചിയാർ കോടാലിപ്പാറ സ്വദേശി ബൈജുവിന്റെ കൃഷിയിടത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം ഏലം മോഷണം പോയി. ചെടിയിൽ നിന്നും ശരം പൂർണ്ണമായും മുറിച്ചുമാറ്റുകയും മൂപ്പെത്താത്ത ഏലക്ക ഉൾപ്പെടെ പറിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 60 കിലോയോളം പച്ച ഏലക്കായ നഷ്ടമായി. കണ്ണൂർ കടവത്തൂർ മലയൻകുണ്ട് തണ്ണീർത്തട സംരക്ഷണ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. പ്രദേശത്തെ കൃഷിക്കും ശുദ്ധജല സംരക്ഷണത്തിനും ഉതകുന്ന തരത്തിൽ 3 കോടി രൂപയുടേതാണ് പദ്ധതി. പദ്ധതിയുടെ രൂപരേഖ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് തയ്യാറാക്കിയത്. ഏതു വരൾച്ചയിലും വെള്ളം ലഭിക്കുന്ന തണ്ണീർത്തടമാണ് കടവത്തൂരിലെ മലയൻകുണ്ട്. 1.24 ഏക്കർ സ്ഥലം ചെളിയും കാടും നിറഞ്ഞ് നിലവിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന പ്രദേശം ഫലവത്തായി പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതിയാണ് തയ്യാറാകുന്നത്. ചെക്ക് ഡാം നിർമ്മിച്ച് വെള്ളം സംരക്ഷിക്കും.
കാർഷികാവശ്യത്തിനുള്ള ജലസേചനം, ശുദ്ധജല ലഭ്യത എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. സമീപത്തെ പുഴയിൽ നിന്നും പദ്ധതി പ്രദേശത്തേക്ക് വരുന്ന വെള്ളം ശുദ്ധീകരിച്ചാണ് കടത്തിവിടുക. നല്ലൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി വരികയാണ്. കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ളത് ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. അതിൽ ചിലപ്പോൾ ജലവിഭവ വകുപ്പ് കൂടി ചേർന്നുകൊണ്ടായിരിക്കും എന്നതാണ്. അപ്പോൾ അത് പ്രോജക്റ്റ് അംഗീകരിച്ച് കഴിഞ്ഞാൽ അതിനെന്തായാലും ഇപ്പം ബഡ്ജറ്റിലേക്ക് 3 കോടി രൂപ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം അനുഭവിക്കുന്ന രൂപത്തിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആവശ്യം ദേശവാസികളുടെ ആവശ്യമായിരുന്നു, നാടിൻ്റെ ആവശ്യമായിരുന്നു. അതിപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഈ പദ്ധതിയിലൂടെ സ്ത്രീ സൗഹൃദ ഒരു പാർക്കായി മാറ്റിക്കൊണ്ട്, ജലസംരക്ഷണ സ്രോതസ്സായി മാറ്റിക്കൊണ്ട് ഈ പദ്ധതി നവീകരിക്കുകയാണ്. മലയം കൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഈ പ്രദേശത്തുകാർക്ക് ഉള്ള ജലസ്രോതസ്സുകൾ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം സമീപ പ്രദേശത്തുള്ള എല്ലാ കിണർ വെള്ളവും ഉയരുന്നതോടുകൂടി സമീപ പ്രദേശത്തുള്ള ജലക്ഷാമം പരിഹരിക്കപ്പെടുന്നതാണ്. 2 മീറ്റർ നടപ്പാത, പാതയോരത്ത് ഇരിപ്പിടം, സോളാർ വിളക്കുകൾ എന്നിവ പദ്ധതിയുടെ ഭാഗമായി വരും. പ്രദേശത്തെ വനിതാ സൗഹൃദമാക്കി മാറ്റും. പദ്ധതി പ്രദേശത്ത് നടന്ന അവലോകന യോഗത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു. ന്യൂസ് 18 കണ്ണൂർ. തെക്കൻ കേരളത്തിൽ വേനൽ മഴ ശക്തം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 45 മിനിറ്റിൽ 39 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. കോന്നിയിൽ 15.5 മില്ലിമീറ്ററും തിരുവനന്തപുരം നഗരത്തിൽ 8 മില്ലിമീറ്ററും മഴ ലഭിച്ചു. തെക്കൻ കേരളത്തിൽ വടക്ക് കിഴക്കൻ കാറ്റ് ശക്തമായതാണ് ഇടിയോടുകൂടിയ മഴ പെയ്യാൻ കാരണം. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 5 ദിവസം സാധാരണ തോതിൽ മഴ ലഭിച്ചേക്കും. പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ് കോട്ടയം തുറമുഖത്തിന് ശാപമോക്ഷമാകുന്നു. തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസനത്തിന് തുടക്കമായി. 25,000 ചതുരശ്രയടി വരുന്ന ആധുനിക വെയർഹൌസിന്റെയും 25 കണ്ടെയ്നർ വഹിക്കാൻ ശേഷിയുള്ള ബാർജിന്റെയും നിർമ്മാണം തുടങ്ങി. ന്യൂസ് 18 ഇംപാക്ട്. ഉദ്ദേശലക്ഷ്യങ്ങൾ പൂർത്തിയാകാതെ വികസനമിഴയുന്ന കോട്ടയം തുറമുഖത്തിന്റെ അവസ്ഥ ന്യൂസ് 18 നേരത്തെ പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിന് തൊട്ടുപിന്നാലെ വ്യവസായ മന്ത്രി പി രാജീവും സഹകരണ മന്ത്രി VN വാസവനും തുറമുഖം സന്ദർശിച്ച് വികസനം ഉറപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് നിർണായക ചുവടുവയ്പ്പിന് തുടക്കമായത്. 25,000 ചതുരശ്ര അടി വരുന്ന ആധുനിക വെയർഹൌസ് നിർമ്മാണത്തിന് സഹകരണ മന്ത്രി VN വാസവൻ തറക്കല്ലിട്ടു. ഇത് ഗൾഫിലെ ഒരു പ്രധാനപ്പെട്ട ഷിപ്പിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇവരുണ്ടാക്കിയ ഒരു ഉടമ്പടി ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ കൈമാറുകയുണ്ടായി. ആ ഉടമ്പടി അനുസരിച്ച് അവർ ബാക്കി കാര്യങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. തുടർന്ന് എത്രയും വേഗം വലിയ ബാധ്യത ഉണ്ടാവും, ഗോഡൗൺ ഉണ്ടാവും. ഇപ്പോൾ ഈ പ്രോജക്റ്റ് തന്നെ വയബിളായ രൂപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 3 മാസത്തിനുള്ളിൽ വെയർഹൌസ് നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രഖ്യാപനം. വൈകാതെ കസ്റ്റംസ് അനുമതിയുള്ള തുറമുഖമായി കോട്ടയം മാറും. നമ്മുടെ 2ാം ഘട്ട വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ 25,000 സ്ക്വയർ ഫീറ്റ് വെയർഹൌസാണ് നിർമ്മിക്കുന്നത്. അത് അസിമാർ, കുവൈറ്റിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അസിമാർ ഷിപ്പിംഗ് കമ്പനിയുമായി സഹകരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനോടകം തന്നെ ഒരു 24 കണ്ടെയ്നർ കയറുന്ന ബാർജിൻ്റെ രൂപരേഖ തയ്യാറായി വരുന്നു. അതും ഏപ്രിൽ മാസത്തിൽ അതിൻ്റെ നിർമ്മാണം തുടങ്ങാൻ സാധിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഇനിയും ഇതുകൂടാതെ തന്നെ അടുത്ത വെയർഹൌസും നമുക്ക് ആവശ്യമായിട്ട് വരുന്നു. അതും ഉടനെ തന്നെ നിർമ്മാണം തുടങ്ങുകയാണ്. കോട്ടയം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. നിലവിൽ കരമാർഗമാണ് കണ്ടെയ്നറുകൾ കോട്ടയത്തെത്തുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. അനാഥയായ പെൺകുട്ടിയുടെ വീടിന്റെ ജപ്തി ഭീഷണി ഒഴിവാക്കാൻ ഒടുവിൽ സർക്കാർ ഇടപെടൽ. അടൂർ ചൂരക്കോട് സ്വദേശിനി ഗ്രേസ് ആണ് ദത്തെടുത്ത് വളർത്തിയ മാതാപിതാക്കൾ മരിച്ചതോടെ വീടിന്റെ ജപ്തി ഭീഷണിയിൽ കഴിഞ്ഞിരുന്നത്. അടൂർ ചൂരക്കോട് സ്വദേശികളായ റൂബി ജോർജും ഭർത്താവ് ജോർജ് സാമുവലും 2007 ഗ്രേസിനെ ദത്തെടുത്ത് വളർത്തിയത്. പിന്നീടുള്ള ഗ്രേസിന്റെ ജീവിതത്തിന്റെ ഏക പ്രതീക്ഷകൾ മാതാപിതാക്കളായിരുന്നു. എന്നാൽ 2019 പ്രൈമറി സ്കൂളിലെ താൽക്കാലിക അധ്യാപികയായ റൂബി ക്യാൻസർ ബാധിച്ചു മരിച്ചു. ഇതിന് പിന്നാലെയാണ് ദിവസങ്ങൾക്ക് മുമ്പ് രോഗബാധിതനായ ജോർജും മരിച്ചത്. മാതാപിതാക്കൾ മരിച്ചതിന് പിന്നാലെയാണ് വീടിന്റെ ജപ്തി ഭീഷണിയും ഗ്രേസിനെ തളർത്തിയത്. റൂബിയുടെ ചികിത്സയ്ക്കായി ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും വായ്പയെടുത്ത 2 ലക്ഷം രൂപയുടെ തിരിച്ചടവ് മുടങ്ങിയതാണ് 8 സെന്റ് സ്ഥലവും ഒറ്റമുറി വീടും ജപ്തിയാകാനുള്ള കാരണം. ലോൺ അടയ്ക്കാനുള്ള ഇതില്ലായിരുന്നു. 2 ലക്ഷം രൂപ എടുത്ത് ഇപ്പം മുതലും പലിശ എല്ലാം കൂടി 3 ലക്ഷത്തോടായി. ഗ്രേസിന്റെ ദുരിത ജീവിതം ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി വീണ ജോർജ് വീട്ടിലെത്തി വായ്പാ തുക തിരിച്ചടയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. മന്ത്രി വന്നിട്ട് പറഞ്ഞു
നമുക്ക് ഈ ലോൺ എങ്ങനെയും അടച്ചു തീർക്കാം, പലിശ എഴുതി തള്ളി, ഇപ്പം മുതൽ മാത്രമേ ഉള്ളൂ, അത് അടച്ചു തീർക്കാമെന്ന് പറഞ്ഞു. പിന്നെ പഠന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. പഠനത്തിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും മന്ത്രിയിൽ ആരെ അറിയിക്കാമെന്ന് പറഞ്ഞു. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗ്രേസിന്റെ തുടർ പഠനത്തിനുള്ള ചെലവുകളും സർക്കാർ വഹിക്കും. ഗ്രേസിന്റെ വീട് നിർമ്മിച്ചു നൽകാൻ ചില സന്നദ്ധ സംഘടനകളും തയ്യാറായിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. ആറ്റുകാലിൽ ഉത്സവകാലം. ആറ്റുകാൽ ക്ഷേത്രത്തെ ഭക്തിസാന്ദ്രമാക്കി വടക്കൻ മലബാറിലെ തനത് കലാരൂപമായ തെയ്യം, രക്തചാമുണ്ടി, പൊട്ടൻ തെയ്യങ്ങളാണ് സംസ്കാരങ്ങളും ഐതിഹ്യങ്ങളും വിളിച്ചോതി ക്ഷേത്രനടയിൽ അരങ്ങേറിയത്. ഘോരരൂപത്തെ ആവാഹിച്ചതുപോലെ ചുറ്റും കുരുത്തോലയും കയ്യിൽ തീപ്പന്തവും ചടുല നൃത്ത ചുവടുകളുമായി രക്തചാമുണ്ടി തെയ്യം. അസുരതാളത്തിന്റെ ഭാവം പകർന്ന് ചെണ്ടമേളത്തിന്റെ താളത്തിനൊപ്പിച്ച് ചുവടുകൾ വച്ചപ്പോൾ തലസ്ഥാന നിവാസികൾക്കത് മറക്കാനാകാത്ത അനുഭവമായി. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ ഈ തെയ്യം ഉണ്ടാവില്ല, വേറെ എവിടെയും ഉണ്ടാവില്ല. ഏറ്റവും കൂടുതലുണ്ടാകുന്നത് കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലാണ്. ഞങ്ങൾ കണ്ണൂരാണ്. ഇത് പിന്നെ പൊട്ടൻ തെയ്യം, മടിച്ചാമണ്ടി, ഇത് 2 തെയ്യം ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് ഒന്ന് ദാരികാസുര വധത്തിനായിട്ടാണ് കാളിൻ്റെ ഇലാണ് വരുന്നത്. ഒന്ന് മറ്റേത് ശങ്കരാചാര്യ പരീക്ഷിക്കാനായിട്ടാണ് പൊട്ടൻ തെയ്യം എന്ന് പറയുന്ന സംഭവം വരുന്നത്. പിന്നാലെ വടക്കൻ കേരളത്തിൽ കെട്ടിയാടിച്ചു വരുന്ന തെയ്യമായ പൊട്ടൻ തെയ്യവും അരങ്ങേറി. ജാതീയ ഉച്ചനീചത്വങ്ങൾ വളരെ ശക്തമായിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ ഒരു കീഴ്ജാതിക്കാരന്റെ ഐതിഹ്യമാണ് പൊട്ടൻ തെയ്യത്തിന്. കണ്ണൂരിൽ നിന്നെത്തിയ രാമചന്ദ്ര പണിക്കരും സംഘവുമാണ് പൂർണ്ണ ആചാരാനുഷ്ഠാനങ്ങളുടെ തെയ്യം അവതരിപ്പിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. കാർഷിക കേരളം. കോതമംഗലം ചെറുവട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തരിശായി കിടന്ന 5 ഏക്കറിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം. റംബൂട്ടാൻ, അലങ്കാര നാരകം, വെസ്റ്റ് ഇന്ത്യൻ ചെറി, പേര, ചാമ്പ, വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവിൻ തൈകൾ എന്നിവയാണ് നട്ടത്. നമുക്കാവശ്യമുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം എല്ലാ പ്രദേശത്തും എല്ലാത്തരം വൃക്ഷങ്ങളും, ഫലവൃക്ഷങ്ങളടക്കം എല്ലാത്തരം വൃക്ഷങ്ങളും വെച്ചുപിടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭൗമ അന്തരീക്ഷത്തെ മാറ്റിമറിക്കാനും ഒരു നല്ല സമൂഹത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാർട്ടൂണിസ്റ്റും ചിത്രകാരനുമായ ഷാജി പാമ്പളയുടെ കാർട്ടൂൺ പ്രദർശനം വയനാട് മാനന്തവാടിയിൽ തുടങ്ങി. കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലെ പ്രദർശനത്തിൽ 100ഓളം കാർട്ടൂണുകൾ ഉണ്ട്. ചിത്രകാരനും എഴുത്തുകാരനും കാർട്ടൂണിസ്റ്റുമാണ് ഷാജി പാമ്പള എന്ന ഷാജഹാൻ. കേരള ചിത്രകലാ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ചുരമേറും ചിരിവരകൾ എന്ന പേരിലാണ് പ്രദർശനം നടക്കുന്നത്. മാനന്തവാടി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനം ആർട്ടിസ്റ്റ് മദനൻ ഉദ്ഘാടനം ചെയ്തു. കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട 100 കാർട്ടൂണുകളാണ് പ്രദർശനത്തിലുള്ളത്. ഇതിനു മുമ്പ് ചിത്ര പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതെന്റെ ആദ്യ കാർട്ടൂൺ പ്രദർശനമാണ്. ഇടക്കാലം കൊണ്ട് കാർട്ടൂണിന്റെ പ്രസക്തി ഒരല്പം നഷ്ടമായെങ്കിലും ഇപ്പൊ നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് നമ്മളെ ഒരു വലിയൊരു ദുരിതമായിട്ട് വന്നിട്ടുള്ള കൊറോണ ടൈമിൽ കാർട്ടൂൺ കുറെ കൂടി സജീവമാവുകയും
സോഷ്യൽ മീഡിയയിലൂടെ കാർട്ടൂണിൻ്റെ ഒരു നല്ല കാലം വരികയുണ്ടായി എന്നാണ് എനിക്കൊരു അഭിപ്രായമുള്ളത്. മാനന്തവാടിയിലെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനം നാളെ സമാപിക്കും. ന്യൂസ് 18 വയനാട്. കോട്ടയം കോതനല്ലൂരിൽ വൈദ്യുതി കമ്പി പൊട്ടിവീണതിനെ തുടർന്ന് പിടിച്ചിട്ടിരുന്ന കേരള എക്സ്പ്രസ് യാത്ര പുനരാരംഭിച്ചു. ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ചാണ് ട്രെയിൻ പുറപ്പെട്ടത്. വൈദ്യുത ലൈൻ തകരാർ പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.